ഇവർക്ക് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പിണറായി സഖാവിന് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഇരട്ടച്ചങ്കത്വം വീണ്ടെടുക്കുവാൻ വേണ്ടി കാട്ടിക്കൂട്ടൊരു വീരശൂര പരാക്രമം പറയുന്നുള്ളൂ. നമ്മുടെ സജി ചെറിയാൻ ഉണ്ടല്ലോ, നമ്മുടെ ഭരണഘടനയെ തന്നെ വെല്ലുവിളിച്ച് വളരെ പ്രശ്നങ്ങളിലെത്തിയ അദ്ദേഹം പറയുന്ന 9 മണിക്കൂർ പിണറായിക്ക്, പാവപ്പെട്ട മനുഷ്യൻ, ശരിക്കും പറഞ്ഞാൽ ഈ അസുഖബാധിതനാണ്, പ്രായാധിക്യമൊക്കെ ഉണ്ട്, മൂത്രമൊഴിക്കാൻ പോലും വിട്ടില്ല എന്ന് പറയുക ചുമ്മാ. എന്റെ പിണറായി അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിനാ എന്നോട് ചെയ്യുന്ന പറയുന്നത്? പിണറായി എന്നിട്ട് ക്യാമറയിൽ ഒന്നറിയാം എന്നെ അവര് കണ്ടുപോലും ഇല്ല. മോളോട് ചോദിക്കും. മോളാണെങ്കിൽ അച്ഛനെ ഒരു മറയാക്കിയിട്ട്, ഇരുമ്പ് മറയാക്കിയിട്ട് അച്ഛന്റെ കൂടെ എവിടെ പോയാലും, മരുമക്കത്തായം പിന്തുടരുന്ന കുടുംബമാണ്. മരുമക്കത്തായത്തിൽ പെൺകുട്ടികൾക്കാണ് കൂടുതൽ അവകാശം. അവര് വീട്ടിലാണ് എപ്പോഴും ഉണ്ടാവുന്നത്. ആര് കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അച്ഛന്റെ കൂടെ നിൽക്കുള്ളൂ എന്നാണ് മോളുടെ നടപടി. നല്ല കാര്യമാണ് കേട്ടോ. സ്ത്രീകൾക്കൊരു അഭിമാനമൊക്കെ ഉണ്ടാവും, സ്വന്തം വീട്ടിൽ അവർ താമസിക്കുന്നു. അപ്പം മകളെ അതായത് ഇന്ററോഗേറ്റ് ചെയ്യണമെങ്കിൽ, മകളുടെ കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ പോലീസിനോ ഇഡിക്കോ എന്നേക്കോ എവിടെ പോകാൻ പറ്റും? അവരുള്ള സ്ഥലത്തല്ലേ പോകാൻ പറ്റുള്ളൂ. അവിടെ ഇങ്ങേര് ഒരു ഇരുമ്പ് മറയായിട്ട് ഇരുന്നു എന്നും പറഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ പിണറായി തന്നെ വന്നിട്ട് ചിരിച്ചുകൊണ്ട് കുറെ വർഷങ്ങൾ കൂടി ആദ്യമായിട്ട് മീഡിയയെ നോക്കി ചിരിക്കുന്ന, പറ്റിച്ചേ എന്നും പറഞ്ഞ് ചിരിക്കുന്ന ഒരു പിണറായിയാണ് നമ്മൾ എല്ലാരും കണ്ടത്. അപ്പൊ സജി ചെറിയാൻ അദ്ദേഹത്തെ മൂത്രമൊഴിക്കാൻ വിട്ടില്ല. പക്ഷെ അദ്ദേഹം ആവശ്യത്തിന് മൂത്രം ഒഴിച്ചു, ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ നാച്ചുറലി മൂത്രം പോയല്ലോ.